ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സൗഹൃദത്തിന്റെ കഥ പറയാനാണ്. 25 വർഷങ്ങൾക്ക് ശേഷം കുറെ സുഹൃത്തുക്കൾ ഒന്നിച്ചുകൂടി. ഈ ദിവസത്തിന് അവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഗൃഹപ്രവേശനം, ഒപ്പം മറ്റൊരു സുഹൃത്തിന്റെ പുസ്തക പ്രകാശനം. അരുൺ കോഴിശ്ശേരിയുടെ കടലാസ് തോണി എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. MSMൽ നിന്ന് പഠനം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോഴാണ് ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത്. സൗഹൃദങ്ങൾ ഇങ്ങനെയാവണം. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിന്റെ കവർ പ്രകാശനം ചെയ്യാനായിട്ട് ഞങ്ങളെ തന്നെ ക്ഷണിച്ചു. ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ചേർന്നത്. അരുൺ കോഴിശ്ശേരി, ഞങ്ങൾ അന്ന് കടലാസ് തോണി എന്ന രണ്ടാമത് കവിതാ സമാഹാരം ഇങ്ങനെ പ്രകാശനം ചെയ്യുമ്പോൾ വളരെ സന്തോഷവും അതിലേറെ ഉദ്ധരിച്ചതുപോലെ ദൈവികമായ ഒരു ഡിവൈൻ ടച്ച് പലപ്പോഴും നമ്മൾ ഒന്നിച്ചായിരുന്നപ്പോൾ ഉണ്ടായതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പോൾ സന്തോഷം, അഭിമാനം, അതിന്റെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ കഥയോ കവിതയോ ഒന്നും എഴുതുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇലച്ചാറിലൂടെ ആദ്യമേ ഞങ്ങളെ ക്ഷണിച്ചു. രണ്ടാമത് സിറ്റിയുടെ ഹൗസ് വാമിനെ സംബന്ധിച്ചാണ് ഞങ്ങളത് ഒത്തുകൂടിയിരിക്കുന്നത്. അതേ വേളയിൽ തന്നെ ഞങ്ങൾക്കൊപ്പം ഈ കടലാസ് കൂടി ഞങ്ങൾ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണായിരുന്നു. കോളേജ് പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എഴുതുന്ന ഒരു ശീലം ഒരിക്കലും അരുണും കണ്ടെത്തില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒന്നാമത്തെ പുസ്തകം ഏതാണ്ട് മനുഷ്യ ജീവനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വർണ്ണിക്കുന്ന ഒരു നല്ല പുസ്തകം. അതിൻ്റെ ഒരു രണ്ടാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായാണ് അതിന് ഞങ്ങളോട് ഇങ്ങനൊരു സംഭവം പറയുന്നതും ഇങ്ങനൊരു പ്രകാശനം ഇപ്പോൾ നടക്കുന്നത്. ഇനിയും ഒരു 100 പുസ്തകങ്ങൾ എഴുതാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുണിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അരുണിന്റെ രണ്ടാമത്തെ പുസ്തകമായ താങ്ക് യു. അതുപോലെ തന്നെ ആവട്ടെ, ഇനിയും ഒരുപാട് നേരങ്ങളുണ്ട്. ഇതിന് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഇതിന്റെ സൗഹൃദങ്ങൾ ഇങ്ങനെയാവണം. ഒരിക്കലും നിലയ്ക്കാതെ അത് തുടരുക തന്നെ വേണം. സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും നവീദ് ജിജി. പ്രകാശനമാണ് ഇവിടെ കഴിഞ്ഞത്. ഇന്ന് ഈ കൂട്ടുകാരായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാനൊക്കെ പറ്റി. അതേറെ ഇങ്ങനൊരു സംഭവത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ പ്രിയപ്പെട്ട വീട്ടുകാരും എല്ലാവർക്കും